അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അദബിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒരു പാഠം നമ്മൾ ഈ സെമസ്റ്ററിൽ എടുത്തിട്ടുണ്ട്, ബിറുൽ വാലിദൈനി എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് തന്നതാണ്. കുറേ ആളുകളൊക്കെ ചെയ്ത് കാണിച്ചെങ്കിലും ഇനിയും ചില ആളുകളൊക്കെ ആ വർക്കുകൾ കാണിച്ചു തരാനുണ്ട്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ കഴിഞ്ഞ പാഠത്തിൻ്റെ വർക്ക് നിർബന്ധമായും കാണിച്ചു തരണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി നമ്മളുടെ അടുത്ത പാഠം ഫളീലത്തു ശുഗ്ലി എന്നതാണ്. ഫളീലത്തു ശുഗ്ൽ, ഫളീലത്ത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത, ഫളീലത്ത് ശ്രേഷ്ഠത, മഹാത്മ്യം എന്നൊക്കെ അർത്ഥം. അതിൻ്റെ ജംഅ് ഫളായിൽ, ഫളീലത്തിൻ്റെ ജംഅ് ഫളായിൽ എന്നാണ്. ശുഗ്ൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യൽ, ഇതിന് ജമ്മ് അഷ്ഗാൽ എന്നാണ്. ശുഗ്ലിൻ ജമ്മ് അഷ്ഗാൽ. അപ്പം ജോലിയുടെ മഹത്വം, ജോലിയുടെ ശ്രേഷ്ഠത എന്നൊക്കെയാണ് ഹെഡിങ്. ഈ പാഠം ശ്രദ്ധിക്കുക. ഇന്ന റജുലൻ മിനൽ അൻസ്വാരി അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലുഹു ഫഖാല അമാ ഫീ ബൈതിക ഷൈഉൻ ഖാല ബലാ ഹിൽസുൻ നൽബിസു ബഅ്ളഹു വനബ്സുതു ബഅ്ളഹു വകഅബുൻ നശ്റബു ഫീഹി മിനൽ മാഅ്. ഇന്ന റജുലൻ, നിശ്ചയം ഒരു മനുഷ്യൻ, മിനൽ അൻസ്വാർ, അൻസ്വാരിയങ്ങളിൽപ്പെട്ട. അല്ലേ, അൻസ്വാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, നബി സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ ആളുകളാണ്. അല്ലേ, മദീനയിൽ തന്നെ താമസിച്ചിരുന്ന മദീനക്കാരായ സ്വഹാബത്തിൻ്റെ പേരാണ് അൻസ്വാർ. അപ്പം ഇന്ന റജുലൻ മിനൽ അൻസ്വാരി, അൻസ്വാരിയങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ നബിൻ്റെ അടുക്കൽ ചെന്നു. അത്ത എന്ന് പറഞ്ഞാൽ ചെല്ലുക, എത്തുക. അൻ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. യസ്അലുഹു, നബിയോട് യാചിച്ചുകൊണ്ട്, സഅല യസ്അലു അങ്ങനെ ചോദിക്കുക, വല്ലതുണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞുകൊണ്ട്, ചോദിച്ചുകൊണ്ട്, യാചിച്ചുകൊണ്ട് നബിയുടെ അടുക്കൽ ചെന്നു. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അമാഫി ബൈത്തിക ഷൈഉൻ, അമാഫി ബൈത്തിക, നിൻ്റെ വീട്ടിലുണ്ടോ? അമാ ഉണ്ടോ, ഫി ബൈത്തിക നിൻ്റെ വീട്ടിൽ. ബൈത്തിൻ്റെ ജം അറിയാലോ എല്ലാവർക്കും, ബുയൂത്ത്. ഷൈഉൻ വല്ല സാധനവും, ഷൈ വല്ലതും, ജം അഷ്യാ. അപ്പം നിൻ്റെ വീട്ടിൽ വല്ലതുമുണ്ടോ എന്ന് നബി ചോദിച്ചു. കാല, അപ്പം അൻസാരിങ്ങളിൽപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ബല, അതേ നബിയെ ഉണ്ട്. എന്താണുള്ളത്? ഹിൽസുൻ, പരവതാനി, ഒരു വിരിപ്പുണ്ട്. ഹിൽസ് എന്ന് പറഞ്ഞാൽ പരവതാനി, വിരിപ്പ് എന്നർത്ഥം. ഹിൽസ് കേട്ടോ, വിരിപ്പ്. ജമ്മ് ഹുലൂസ്, അഹ്ലാസ്. ഹുലൂസും ഉണ്ട്, അഹ്ലാസും ഉണ്ട്, ഹിൽസിൻ്റെ ജമ്മ്. അപ്പോൾ എഴുതി വെക്കണേ. അപ്പോൾ ഹിൽസുൻ, പരവതാനി അല്ലെങ്കിൽ വിരിപ്പ് ഉണ്ട്. നൽബിസു ബഅ്ളഹു, നൽബിസു ഞങ്ങൾ ധരിക്കും. ലബിസ യൽബിസു പറഞ്ഞാൽ ധരിക്കുക, വസ്ത്രം ധരിക്കൂലേ. നൽബിസു ബഅ്ളഹു, അതിൽ ചിലതിനെ ഞങ്ങൾ ധരിക്കും. വനബ്സുത്തു, ഞങ്ങൾ വിരിക്കും. ബസത്തോ യബ്സുത്തു, വിരിക്കുക. ബഅ്ളഹു, അതിൽ ബഅ്ളിനെ ഞങ്ങൾ, ചിലതിനെ ഞങ്ങൾ എന്ത് ചെയ്യും? വിരിക്കും, ചിലത് ധരിക്കും. അങ്ങനത്തെ എന്തുണ്ട്? പരവതാനി അല്ലെങ്കിൽ വിരിപ്പുണ്ട്. വ കഅബുൻ, ഒരു കോപ്പയുമുണ്ട്. കഅബ്, കഅബ് എന്ന് പറഞ്ഞാൽ കോപ്പ. ജംഉ അഖൂബ്, കഅബിൻ ജംഉ അഖൂബ് അല്ലെങ്കിൽ ഖിആബ്. അഖൂബ്, ഖിആബ്, രണ്ട് ജമ്മുണ്ട് കേട്ടോ. അപ്പോൾ കഅബുൻ, കോപ്പയുമുണ്ട്. എങ്ങനത്തെ കോപ്പ? നശ്റുബു ഫീഹി, ഞങ്ങൾ അതിൽ കുടിക്കും. മിനൽ മാഇ, വെള്ളത്തിനാൽ. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ഒരു കപ്പുമുണ്ട്. പിന്നെ ഞങ്ങൾ ധരിക്കുകയും വിരിക്കുകയും ചെയ്യുന്ന ഒരു വിരിപ്പുമുണ്ട്. കാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തിനി ബിഹിമ, അത്താബി, അത്താന്നർത്ഥം പറഞ്ഞു കൊണ്ടുവരിക. അല്ല, അത്താന്ന് നമ്മൾ പറഞ്ഞു ചെല്ലുക എന്നില്ലേ. ഇനി അത്തൻ്റെ കൂടെ ഒരു ബിയും കൂടി ഉണ്ടെങ്കിൽ, അത്തയ്ക്ക് ശേഷം ഒരു ബി, അപ്പോൾ അത്താബി എൻ്റെ ഇവിടെ ഉണ്ടില്ലേ, ഇത്തിനി ബിഹിമാന്ന്. അങ്ങനെ ഒരു ബി ശേഷം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൊണ്ടുവരിക എന്നാട്ടോ. അപ്പം ഈ ഇത്തിനി, എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ, ബിഹിമ, അത് രണ്ടും നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി കൊണ്ടുവന്നു. ഫ അഹദഹുമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, ഫ അഹദ, അപ്പോൾ എടുത്തു, ഹുമ, അത് രണ്ടും, ആ ഹിൽസും ആ കഅബും, ആ വിരിപ്പും കോപ്പയും എടുത്തു നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബിയദിഹി, തൻ്റെ കൈ കൊണ്ട് നബി എടുത്തു. വഖാല, എന്നിട്ട് നബി ചോദിച്ചു, ജനങ്ങൾ മൊത്തം ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ചോദിച്ചു, മൈ യഷ്തരി ഹാദൈനി, ഇത് രണ്ടും ആരാണ് വാങ്ങുക? ഈ കപ്പും ഈ വിരിപ്പുണ്ട്, ഇത് രണ്ടും ആര് വാങ്ങും? മൻ, ആരാണ് യഷ്തരി വാങ്ങുക? ഹാദൈനി, ഇത് രണ്ടും ആരാ വാങ്ങാന്ന് വെച്ചു. കാല റജുലുൻ, അപ്പോൾ അവരിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അന ആഹുദുഹുമ, ഞാൻ അത് രണ്ടും വാങ്ങിക്കോളാം. ബി ദിർഹമിൻ, ഒരു ദിർഹമിന്.
ഒരു ദിർഹം തന്നിട്ട് ഞാനത് വാങ്ങാം. ദിർഹമിന് ജമ്മ അറിയാലോ, ദറാഹീം. കാല, അപ്പോൾ നബി ചോദിച്ചു, മൻ യസീദു അലാ ദിർഹമിൻ, മൻ ആരാണ് യസീദു അധികം നൽകുക, അലാ ദിർഹമിൻ ഒരു ദിർഹമിനേക്കാൾ അധികം ആര് നൽകും എന്ന് നബി ചോദിച്ചു. മൻ യസീദു അലാ ദിർഹമിൻ ഒരു ദിർഹമിനേക്കാൾ അധികം ആരെങ്കിലും തരുമോ, ആരെങ്കിലും തരാനുണ്ടോ? കാല റജുലുൻ, അപ്പോൾ വേറൊരു മനുഷ്യൻ പറഞ്ഞു, അന ആഹുദുഹുമാ ബി ദിർഹമൈനി, അത് രണ്ടും ഞാൻ 2 ദിർഹമിന് വാങ്ങിക്കോളാം, 2 ദിർഹമിന് ഞാനത് സ്വീകരിക്കാം എന്ന് വേറെ ഒരാളെന്ത് ചെയ്തു, നബിയോട് പറഞ്ഞു. ഫഅതാഹുമ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് രണ്ടും നൽകി. ഇയാഹു, ആ 2 ദിർഹമിന് ചോദിച്ച ആൾക്ക് നൽകി. വഅഖദ ദിർഹമൈനി, അങ്ങനെ ആ 2 ദിർഹമിനെയും നബി വാങ്ങി. എന്നിട്ട് വഅതാഹുമ, ആ 2 ദിർഹമും നൽകിയാൽ അൻസാരിയ, ഈ അൻസാരിയായ മനുഷ്യൻക്ക് നൽകി. വഖാല, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഷ്തരി ബി അഹദിഹിമാ തുആമൻ ഫംബിദ്ഹു ഇലാ അഹ്ലിക വഷ്തരി ബിൽ ആഖരി ഖദ്ദൂമൻ ഫഅ്തിനി ബിഹി. ഖാല, നബി പറഞ്ഞു, ഇഷ്തരി നീ വാങ്ങുക, ബി അഹദിഹിമ ഈ 2-ൽ 1 ദിർഹം കൊണ്ട്, അഹദിഹിമ ഹിമാന 2 ദിർഹമുകൾ, അതിൽ അഹദ് ഏതെങ്കിലും 1 കൊണ്ട് നീ വാങ്ങുക, തുആമൻ ഭക്ഷണം വാങ്ങുക. എന്നിട്ട് ഫംബിദ്ഹു ഇലാ അഹ്ലിക, ശരിക്കും ഇമ്പത ഇല, ഇമ്പതയ്ക്ക് ശേഷമാണ് ഒരു ഇല, അങ്ങനെ വന്നാൽ ഇട്ട് കൊടുക്കുക എന്നാണ് ശരിക്കും അതിൻ്റെ വാക്കർത്ഥം. ഇവിടെ നമ്മൾ നൽകുക എന്ന് വെച്ചാൽ കേട്ടോ, വാക്കർത്ഥത്തെ ഇമ്പത ഇല എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക എന്നാണ് അർത്ഥം. ഇവിടെ നൽകുക എന്ന അർത്ഥം വെച്ചാൽ മതി. ഫംബിദുഹു, എന്നിട്ട് ആ ഭക്ഷണം നീ നൽകുക, ഇല അഹ്ലിക നിൻ്റെ കുടുംബത്തിന്, അഹ്ലിൻ ജമ്മ് അഹാലി അല്ലേ, നിൻ്റെ കുടുംബത്തിന് നീ എന്ത് ചെയ്യുക, ആ ഭക്ഷണം കൊടുക്കുക. വഷ്തരി, എന്നിട്ട് വാങ്ങുക, ബിൽ ആഹരി മറ്റേ ദിർഹം ഉണ്ടല്ലോ, 1 ദിർഹം കൊണ്ടാണ് ഇപ്പോൾ ഭക്ഷണം വാങ്ങിയതില്ലേ, മറ്റേ 1 ദിർഹം കൊണ്ട് നീ വാങ്ങുക, ഖദ്ദൂമൻ കോടാലി, ഖദ്ദൂം കോടാലി, ഖദ്ദൂം ഞമ്മ് ഖുദും അല്ലെങ്കിൽ ഖദായിം, ഖുദും അതുപോലെ തന്നെ ഖദായിം 2 ജമ്മുണ്ട്, ഖദ്ദൂം ഖുദും ഖദായിം. അപ്പോൾ കോടാലി വാങ്ങുക, ഫഅ്തിനി ബിഹി എന്നിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അങ്ങനെ ഫഅതാഉ ബിഹി, അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഭക്ഷണം വാങ്ങി പെരയി കൊടുത്തു. എന്നിട്ട് ഈ കോടാലി വാങ്ങി നബിൻ്റെ അടുക്കൽ ചെന്നു. ഫഅതാഹു, അങ്ങനെ നബിൻ്റെ അടുക്കൽ അയാൾ ചെന്നു, ബിഹി ഈ കോടാലിയും കൊണ്ട് ചെന്നു. ഫശദ്ദ ഫീഹി റസൂലുള്ളാഹി ഔദൻ ബിയദിഹി, ഫശദ്ദ ഫീഹി, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടി, ഫീഹി ആ കോടാലിയിൽ, ഔദൻ ഒരു വടി ഇല്ല, നമ്മൾ സാധാരണ തായി എന്നൊക്കെ പറയും, കോടാലിൻ്റെ തായി ഇല്ല, അതുപോലെ ഒരു കോടാലി തായി പിടിപ്പിച്ചു കൊടുത്തു. ഔദ്, ഔദുൻ ജമ്മ് അഅ്വാദ് ഈദാൻ, അഅ്വാദ് ഈദാൻ 2 ജമ്മുണ്ട് ഔദിന്. ബിയദി, തന്നെ നബി സ്വന്തം കൈകൊണ്ട് ആ കോടാലിയിൽ ഒരു കൊള്ളി, ഒരു വിറക് കഷ്ണം എന്ത് ചെയ്തു, വെച്ച് കെട്ടിക്കൊടുത്തു. സുമ്മ ഖാലഹു, എന്നിട്ട് ആ മനുഷ്യനോട്, അൻസാരിയായ മനുഷ്യനോട് പ്രവാചകൻ പറഞ്ഞു, ഇദ്ഹബ് നീ പോവുക, ഫഹ്തതിബ് വിറക് ശേഖരിക്കുക. ഇഹ്തതബ എന്ന് പറഞ്ഞാൽ വിറക് ശേഖരിക്കുക. കോടാലി ഉണ്ടല്ലോ, അതുകൊണ്ട് നീ കാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, വിറകൊക്കെ വെട്ടിണ്ടാക്കുക എന്നർത്ഥം. ഫഹ്തതിബ് നീ വിറക് ശേഖരിക്കുക. എന്നിട്ട് വബ്യ, എന്നിട്ട് നീ അത് വിൽക്കുക. വല അറയന്നക, നിശ്ചയം നിന്നെ ഞാൻ കാണുക തന്നെ ചെയ്യരുത്, 15 യൗമൻ 15 ദിവസം നീ എന്നെ കാണരുത്. എൻ്റെ പണി ഇത് കൊണ്ടുപോയി എന്ത് ചെയ്യുക, പോയി ജോലി ചെയ്യുക, വിറകുണ്ടാക്കുക, വിൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഫദഹബ, അങ്ങനെ ഈ മനുഷ്യൻ പോയി. ഫദഹബ റജുലു, ഈ റജുല് പോയി, യഹ്തദിബു വിറക് ശേഖരിക്കാനും വയബിയോ വിൽക്കാനും പോയി. ഫജാ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നു. വഖദ് അസ്വാബ 10 ദറാഹിമ, വഖദ് അസ്വാബ അയാൾ നേടിയിരിക്കുന്നു, അസ്വാബ നേടുക, ലഭിച്ചിരിക്കുന്നു എന്നർത്ഥം. 10 ദറാഹിമ 10 ദിർഹം അയാൾ നേടി, ഇങ്ങനെ വിറകുണ്ടാക്കി വിറ്റിട്ട്. ഫഷ്തറ ബിബഅദിഹ സൗബൻ, ഫഷ്തറ എന്നിട്ട് ആ മനുഷ്യൻ വാങ്ങി, ബിബഅദിഹ ആ 10 ദിർഹമിലെ ചിലത് കൊണ്ട് സൗബൻ വസ്ത്രം വാങ്ങി. ഫബിബഅദിഹ മറ്റേ ചിലത് കൊണ്ട് അയാൾ വാങ്ങി ത്വാമൻ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, ഹാദാ ഇതാണ് ഖൈറുല്ലക, നിനക്ക് ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലത്. നീ നേരത്തെ എൻ്റെ അടുത്ത് വന്ന് വല്ലതുണ്ടെങ്കിൽ തരണേ എന്നിട്ട് യാചിച്ചു വരിക ചെയ്തതില്ലേ, അപ്പോൾ അങ്ങനെ നീ യാചിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കലാണ് എന്നർത്ഥം. ഹാദാ ഇത്, ഇങ്ങനെ നീ അധ്വാനിച്ചുണ്ടാക്കിയല്ലോ, ഇതാണ് ഖൈറുല്ലക നിനക്ക് ഏറ്റവും നല്ലത്. മിൻ അൻതജി നീ വരുന്നതിനേക്കാൾ മസ്അലത്തൻ ചോദിച്ചുകൊണ്ട്, യാചിച്ചുകൊണ്ട്, നുക്തത്തൻ അതെന്നെ എന്തായിട്ട് കാരണം അതൊരു അടയാളമായിട്ടാണ്, ഫീ വജ്ഹിക നിൻ്റെ മുഖത്ത് യൗമുൽ ഖിയാമത്ത് നാളിൽ. അപ്പം നീ യാചിച്ച് നടന്നാൽ, ആ യാചന കാരണം കൊണ്ട് ഖിയാമത്ത് നാളിൽ നീ വരുമ്പോൾ നിൻ്റെ മുഖത്തൊരു അടയാളം ഉണ്ടാവും. നുക്തത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, ജമ്മ് നുക്കത്ത്, നുക്തത്തിൻ്റെ ജംഇ
നുഖത്ത് എന്നാണ് കേട്ടോ. നുക്തത്തിൻ്റെ ജംഇ നുഖത്ത്. അപ്പോൾ ഖിയാമത്ത് നാളിൽ നിൻ്റെ മുഖത്ത് ഒരു അടയാളമായിട്ടാണ് നീ വരിക യാചിച്ചു നടന്നാൽ. അപ്പോൾ അങ്ങനെ നീ വരുന്നതിനേക്കാൾ ഏറ്റവും നിനക്ക് ഹൈർ ഇതാവുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് എന്ത് ചെയ്തു പറഞ്ഞു എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ ഈ പാഠം അവസാനിച്ചത് കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും പാഠം നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ ഞാൻ പറഞ്ഞു തന്ന വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എഴുതി ജമ്മു മുഫ്രദുകളൊക്കെ എഴുതി എന്ത് ചെയ്യുക കാണിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.